ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം തേടി ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ സുപ്രീംകോടതിയെ സമീപിച്ചു. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെയാണ് സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകിയത്. അതിനിടെ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ SIT ഇടവരുത്തരുതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ തന്നെ ഗൂഢാലോചനയിലടക്കം പങ്കുണ്ടെന്ന് SIT കരുതുന്ന ആളാണ് ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ. സ്വർണ്ണപ്പാളികളിൽ നിന്ന് വേർതിരിച്ച സ്വർണം ഗോവർദ്ധൻ വാങ്ങിയെന്നാണ് SIT കണ്ടെത്തൽ. എന്നാൽ തൊണ്ടി മുതൽ കണ്ടെത്താനായിട്ടുമില്ല. ഇതടക്കം SIT കോടതിയിൽ റിപ്പോർട്ടായി നൽകിയിരുന്നു. ഇതിനിടെയാണ് ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഗോവർദ്ധൻ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ടെന്നും തന്റെ കസ്റ്റഡി ഇനി ആവശ്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗോവർദ്ധൻ അപ്പീൽ നൽകിയിരിക്കുന്നത്. എന്നാൽ കുറ്റപത്രം വൈകിപ്പിച്ച് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യത്തിന് വഴിയൊരുക്കുന്നുവെന്ന ആക്ഷേപം ഇന്നും പ്രതിപക്ഷം ശക്തമാക്കി. കുറ്റപത്രം വൈകിപ്പിച്ചുകൊണ്ട് കുറ്റപത്രം കൊടുക്കാതെ ഈ കേസിലെ പ്രതികൾ മുഴുവൻ പുറത്തിറങ്ങാനുള്ള പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് SIT മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങരുത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ ചോദ്യം ചെയ്യലിൽ പ്രതികരണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടൻ ജയറാം. സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മാത്രമായിരുന്നു പ്രതികരണം. VSSൽ നൽകിയ കൂടുതൽ പാളികളുടെ സാമ്പിൾ പരിശോധനയ്ക്ക് ശേഷം കുറ്റപത്രം നൽകാനാണ് SIT നീക്കം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.